Welcome to BSc Main Physics, Classical Mechanics, Semester 4, 39th lecture, and we start a new chapter today, and this is the last chapter. And the last chapter includes frames of reference, Galilean transformations, and special theory of relativity. And special theory of relativity is a lengthy topic. So here, this is 39th lecture, Semester 4, BSc Main Physics, Classical Mechanics, last unit, frames of reference, the Galilean transformations, and the special theory of relativity. We can see one by one. The first part is the frames of reference. The first part of today's discussion is frames of reference. Frames of reference and Galilean transformations. We can see what is frames of reference. And for that you have to understand the rest and motion. Rest and motion. You look here, rest and motion are relative. Rest and motion are relative. A body at rest on earth is not be at rest with respect to moon. That is, a body at rest with respect to one object may be in motion with the other. The meaning is, the absolute rest is only an abstraction. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റെസ്റ്റ് ആൻഡ് മോഷൻ എന്താണെന്നുള്ളതാണ്. ഈ റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. റെസ്റ്റ് മോഷൻ റിലേറ്റീവാണ്, ആപേക്ഷികമാണ്. അബ്സലൂട്ട് റെസ്റ്റ് എന്ന് പറയുന്നൊരു സംഗതി ഇല്ല. കാരണം ഈ നമ്മൾ ഒരു വസ്തുവിൻ്റെ അവസ്ഥ പറയുന്നതിന് മറ്റൊരു വസ്തുവിനെ ആസ്പദമാക്കിയായിരിക്കും. റെസ്റ്റ് ആൻഡ് മോഷൻ റിലേറ്റീവാണ്. എ ബോഡി അറ്റ് റെസ്റ്റ് ഓൺ എർത്ത് മേ ബി നോട്ട് ബി അറ്റ് റെസ്റ്റ്, മേ നോട്ട് ബി അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു മൂൺ. ഇപ്പോൾ ഭൂമിയിൽ റെസ്റ്റിലുള്ള വസ്തു നമ്മൾ മൂണിൽ നോക്കിയാൽ റെസ്റ്റ് ആകില്ല. കാരണം മൂണും എർത്തും തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ട്. അപ്പം മൂണിൽ ഇരുന്ന് ഒരാൾ ഭൂമിയിലുള്ള ഒരു വസ്തുവിനെ നോക്കിയാൽ അത് റെസ്റ്റിലല്ല, ചലിക്കുകയാണ്. അപ്പോൾ ഒരു വസ്തു ഭൂമിയിൽ റെസ്റ്റ് ആയിരിക്കും, പക്ഷേ വിത്ത് റെസ്പെക്ട് ടു മൂൺ അത് റെസ്റ്റിലല്ല. അതുകൊണ്ടാണ് ഈ റെസ്റ്റ് ആൻഡ് മോഷൻ റിലേറ്റീവ് എന്ന് പറയുന്നത്. That is, a body at rest with respect to an object may be in motion with the other. ഒരു വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരു വസ്തു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വസ്തുവിനെ അടിസ്ഥാനപ്പെടുത്തി അത് റെസ്റ്റ് ആയിരിക്കത്തില്ല. സോ യു അണ്ടർസ്റ്റാൻഡ്, റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്, ആപേക്ഷികം. എ ബോഡി അറ്റ് റെസ്റ്റ് ഓൺ എർത്ത് മേ ബി നോട്ട് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു മൂൺ. That is, a body at rest with respect to one object may be in motion with the other. That is, absolute motion. ഈ absolute rest is an ideal abstraction. ഒരു സങ്കല്പമാണ് ഈ റെസ്റ്റ് എന്ന് പറയുന്നത്. മോഷനാണ് എല്ലായിടത്തും ഉള്ളത്. So we can say frame of reference. Frames of reference. ഇപ്പോൾ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് മനസ്സിലാക്കാനായിട്ട് എന്താണ്, ഇപ്പോൾ രണ്ട് തരം ഫ്രെയിമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തതിനെ നമ്മൾ ഇനർഷ്യൽ ഫ്രെയിം, INERTIAL, ഇനർഷ്യൽ ഫ്രെയിം. രണ്ടാമത്തതിനെ നമ്മൾ നോൺ ഇനർഷ്യൽ ഫ്രെയിം. ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം എന്ന് പറയാം. നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയാവുന്നതാണ്. ഫ്രെയിംസ് ഓഫ് റെഫറൻസ്, ഇനർഷ്യൽ ഫ്രെയിം ആൻഡ് നോൺ ഇനർഷ്യൽ ഫ്രെയിം. യു സി എ ഫ്രെയിം ഈസ് ഷോൺ ദി ഫിഗർ. ഇറ്റ് ഈസ് ആൻ XYZ coordinate system, the Cartesian coordinate system. It can be considered as a frame of reference. The system with respect to which the motion is described is called a frame of reference. The system with respect to which the motion of a body is described is called a frame of reference. നമ്മൾ ഏത് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു വസ്തുവിൻ്റെ പാരാമീറ്റേഴ്സ് അളക്കുക, ആ വസ്തുവിനെ വിളിക്കുന്ന പേര് ഫ്രെയിം എന്ന് പറയുന്നു. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു എക്സാമ്പിൾ, ഒരു വസ്തുവിൻ്റെ വെയിറ്റ് പറയുമ്പോൾ നമ്മൾ പറയും, ഒരു വസ്തുവിൻ്റെ വെയിറ്റ് ഭൂമിയിൽ 6 കിലോഗ്രാം വെയിറ്റാണ് എന്ന് വിചാരിക്കുക. ആ വസ്തു മൂണിൽ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ വെയിറ്റ് 1 കിലോഗ്രാം വെയിറ്റ് ആയിട്ട് കുറയും. കാരണം മൂണിൽ ജിയുടെ വാല്യൂ ഭൂമിയിലുള്ളതിൻ്റെ 6/1. അപ്പോൾ ഒരു വസ്തുവിന് ഭൂമിയിൽ 6 കിലോഗ്രാം വെയിറ്റ്, മൂണിൽ 1 കിലോഗ്രാം വെയിറ്റ് അതേ വസ്തു കൊണ്ടുപോയാൽ
അപ്പോൾ ഡിഫറൻസ് ഉണ്ടാകും. അപ്പം അങ്ങനെ നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ പറയുകയാണ് ഒരു വസ്തുവിൻ്റെ വെയിറ്റ് 2 കിലോഗ്രാം ആണെന്ന് പറയാം, 2 കിലോഗ്രാം വെയിറ്റ് ആണെന്ന് പറയാം. ഒരു വസ്തുവിൻ്റെ വെയിറ്റ് 2 കിലോഗ്രാം വെയിറ്റ് ആണെന്ന് പറയാം. അപ്പം നാച്ചുറലായിട്ടും ഒരു ഡൗട്ട് വരും, അത് മൂണിലാണോ വെയിറ്റ് അല്ലെങ്കിൽ എർത്തിലാണെന്നൊരു ചോദ്യം വരും. അന്നേരം ഇവിടെ എർത്തിൻ്റെ അല്ലെങ്കിൽ മൂണിൻ്റെ റോളാണ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ വെയിറ്റ് 2 കിലോഗ്രാം വെയിറ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ഉടനെ എനിക്ക് ചോദിക്കാം, ഒരു ചോദ്യമുണ്ട്, അത് ഭൂമിയിലെ വെയിറ്റ് ആണോ അത് മൂണിലെ വെയിറ്റ് ആണോ? അപ്പോൾ ഇവിടെ ഭൂമിയുടെ അല്ലെങ്കിൽ മൂണിൻ്റെ റോളിനെ വിളിക്കുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. സോ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് എ ഫ്രെയിം ഓഫ് റെഫറൻസ്? ദ സിസ്റ്റം, the Cartesian coordinate system or any other similar system, a system which in which or with respect to which the motion is described is called the frame of reference. The frames are classified into frames of reference are classified into two. The first one is inertial frame and the second one is non-inertial frame. What is inertial frame? A frame in which Newton's laws hold good is called inertial frame. A frame in which Newton's laws hold good is called inertial frame. In such a frame, if no force acts on the body, it continues to be at rest or in uniform motion. Example, fixed stars, the laboratory. അപ്പോൾ ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത് എങ്ങനെയാണ്? എ ഫ്രെയിം ഇൻ വിച്ച് ന്യൂട്ടൺസ് ലോസ് ഹോൾഡ് ഗുഡ്. ന്യൂട്ടൺസ് ലോസ്, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോയ്ക്ക് ശരിയാകുന്ന ഒരു സിസ്റ്റം, ശരിയാകുന്ന ഒരു സ്ഥലം, ഇപ്പോൾ എർത്ത് ശരിയായാൽ അതിനെ വിളിക്കുന്ന പോലെ ഇനർഷ്യൽ ഫ്രെയിം. ഇൻ സച്ച് എ ഫ്രെയിം ഇഫ് നോ ഫോഴ്സ് ആക്ഷൻ ഓൺ ദി ബോഡി ഇറ്റ് കണ്ടിന്യൂസ് ടു ബി അറ്റ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ. അപ്പോൾ ഇനർഷ്യൽ ഫ്രെയിമിൽ ഉള്ള ഒരു വസ്തുവിൽ ഈ ഫോഴ്സ് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഒന്നെങ്കിൽ ആ വസ്തു മോഷനിലായിരിക്കും അല്ലെങ്കിൽ റെസ്റ്റിലായിരിക്കും. ഇഫ് എ ബോഡി ഈസ് ഇൻ ഇനർഷ്യൽ ഫ്രെയിം ആൻഡ് no force acts on the body, it continues to be at rest or in uniform motion. For calculation purpose, for experimental purpose, we say fixed star is an inertial frame. In the laboratory is an inertial frame. Actually, there is no inertial frame. There is no rest frame. In fact, for calculation, we take fixed stars or laboratory as inertial frame. It may be moving at a constant speed. A body moving with a constant speed can be called as inertial frame if there is no acceleration. Now we call what is called a non-inertial frame. Non-inertial frame. A frame in which Newton's laws cannot be applied is called a non-inertial frame. A non-inertial frame is also called an accelerated frame. ന്യൂട്ടൺസ് ലോസ് ശരിയാകാത്ത ചില ഫ്രെയിമുകളുണ്ട്, ചില സിസ്റ്റമുകളുണ്ട്. ഇപ്പം അത് ഒരു ഫാളിംഗ് ബോഡി അല്ലെങ്കിൽ ഫാളിംഗ് ലിഫ്റ്റ് ഇതൊക്കെ നമുക്ക് പറയാം. അതെല്ലാം ഒരു നോൺ ഇനർഷ്യൽ ഫ്രെയിമാണ്. A frame in which Newton's laws cannot be applied is called a non-inertial frame. A non-inertial frame is also called accelerated frame. ആക്സലേഷൻ ഉള്ള ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിനെ വിളിക്കുന്ന പേരാണ് നോൺ ഇനർഷ്യൽ ഫ്രെയിം അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ഫ്രെയിം. ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഉണ്ടായിരിക്കണം. ഇത്തരം ഫ്രെയിമിൽ ന്യൂട്ടൺസ് ലോ ശരിയാകില്ല. ന്യൂട്ടൺസ് ലോ നമ്മൾ മാറ്റി എഴുതേണ്ടി വരും, പകർത്തി മാറ്റേണ്ടി വരും. അത് ഇൻ ദിസ് ഫ്രെയിം എ ബോഡി എക്സ്പീരിയൻസ് ആൻ ആക്സിലേഷൻ ഈവൻ ഇഫ് external force is not applied on it. In a non-inertial frame, a body experiences an acceleration even if external force is not applied on it. Applied force ഇല്ലെങ്കിലും ഇത്തരം ഫ്രെയിമിൽ
വസ്തു ഇരുന്നാൽ അതിന് ഒരു ഫോഴ്സ് അനുഭവപ്പെടും. എക്സാമ്പിൾ ഓഫ് നോൺ ഇനർഷ്യൽ ഫ്രെയിം: റൊട്ടേറ്റിംഗ് എർത്ത്, എ circularly moving car, a giant wheel, etc. ജയന്റ് വീൽ അറിയാൻ പാടില്ലേ, നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ കാണിക്കാറുണ്ടല്ലോ, പള്ളിപ്പെരുന്നാളിനൊക്കെ ജയന്റ് വീൽ, വലിയ വീലുണ്ട്. ആ വീലിങ്ങനെ ആൾക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനം കസേര പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. എന്നിട്ട് അതിൽ കയറ്റിയിരുന്നിട്ട് ആളുകളെ റൊട്ടേറ്റ് ചെയ്യും. ആ വീലിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചില ഭാഗത്ത് വരുമ്പോൾ ആളുകൾക്ക് വെയിറ്റ് കൂടുതൽ തോന്നും, മറ്റു ചില ഭാഗത്ത് ലൈറ്റായിട്ട് തോന്നും. അങ്ങനെ ഫോഴ്സിന് വേരിയേഷൻ ഉണ്ടാകും. അത് ആ ഫ്രെയിമിൻ്റെ, നോൺ ഇനർഷ്യൽ ഫ്രെയിമിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഒരു ജയന്റ് വീല് ഒരു നോൺ ഇനർഷ്യൽ ഫ്രെയിമിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതിൽ കയറിയിരുന്ന് നമ്മൾ കറങ്ങിയാൽ നമുക്ക് ഓരോ സ്ഥലത്തെത്തുമ്പോഴും പ്രത്യേക രീതിയിലുള്ള ഫോഴ്സ് അനുഭവപ്പെടും. ഇനി നോൺ ഇനർഷ്യൽ ഫ്രെയിമിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് സ്യൂഡോ ഫോഴ്സ്. സ്പെല്ലിംഗ് നോക്കണം, സ്യൂഡോ, PSEUDO, സ്യൂഡോ ഫോഴ്സ്, അല്ലെങ്കിൽ പറയും ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ഫിക്റ്റീഷ്യസ്, FICTIOUS, സ്യൂഡോ ഫോഴ്സ് ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. അത് ഒരു നോൺ ഇനർഷ്യൽ ഫ്രെയിമിൻ്റെ പ്രോപ്പർട്ടിയാണ് സ്യൂഡോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. എന്താണ് നമുക്ക് നോക്കാം. ദിസ് ഫോഴ്സ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് of a non-inertial frame. The fictitious force or pseudo force is a characteristic of a non-inertial frame. For example, when a moving bus turns around a curve, the passengers bend, BND. No force exerts on the passenger, still he bends. This is due to centripetal force, such a force which does not really act on the person but appears due to the acceleration of the frame is called pseudo force or fictitious force. We can see it once again. This force, the pseudo force, is a characteristic of a non-inertial frame. For example, when a moving bus turns around a curve, the passengers bend. Nobody exerts force on the passenger, still he bends. This is due to the centripetal force, such a force which does not really act on the person but appears due to the acceleration of the frame is called pseudo force or fictitious force. അപ്പോൾ നോൺ ഇനർഷ്യൽ ഫ്രെയിമിൻ്റെ, ആക്സിലറേറ്റഡ് ഫ്രെയിമിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് സ്യൂഡോ ഫോഴ്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ബസ്സിനകത്ത് യാത്ര ചെയ്യുകയാണ്. ബസ്സിന് ഒരു ടേൺ എടുക്കുമ്പോൾ പാസഞ്ചേഴ്സ് ഇരിക്കുന്നിടത്ത് സൈഡിലേക്ക് ചരിയും. അപ്പോൾ ആരിപ്പോൾ ഇങ്ങനെ ചരിയണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം. ആരും പ്രത്യക്ഷത്തിൽ ഈ യാത്രക്കാരെ പിടിച്ച് തള്ളുന്നില്ല എങ്കിലും അവർ ചരിയും. അതിന് കാരണം ഈ ഫ്രെയിമിൻ്റെ ഈ സർക്കുലർ മോഷൻ മൂലം അവിടെ ഒരു ഫോഴ്സ് കടന്നു വരികയാണ്. ആ ഫോഴ്സ് മൂലമാണ് ആളുകൾ സൈഡിലേക്ക് ഇങ്ങനെ മാറിപ്പോകുന്നത്, ചരിഞ്ഞു പോകുന്നത്. അത്തരം ഫോഴ്സിനെ, അത്തരം സെൻറ്റിമീറ്റർ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ആ ഫിക്റ്റീഷ്യസ് ഫോഴ്സിൻ്റെ മറ്റൊരു പേരാണ് സ്യൂഡോ ഫോഴ്സ്. അപ്പോൾ ഒരു കാറ് ടേൺ എടുത്താൽ നമുക്ക് വശത്തേക്ക് ഒരു പുള്ളിങ് ഉണ്ടാകും. ഒരു ബസ് ടേൺ എടുത്താൽ സൈഡിലേക്ക് ഒരു പുള്ളിങ് നമുക്ക് അനുഭവപ്പെടും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ. അത് ഈ ഫ്രെയിമിൻ്റെ, ആ ടേണിംഗ് ബസ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അത്തരം ഫോഴ്സിനെ നമ്മൾ സ്യൂഡോ ഫോഴ്സ് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കാം. Distinguish between inertial frame and non-inertial frame. Distinguish, D capital. Distinguish between inertial frame and non-inertial frame. Next question, what is pseudo force? It is the property of a non-inertial frame that you explain. ഇനി നമ്മൾ ചില ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് പറയുകയാണ്, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസ്. അപ്പോൾ നമുക്കൊരു 2 സെറ്റ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഒന്നാമതിന് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസ്, രണ്ടാമത്തത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ്. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ SI ആണ്, അത് സ്പെഷ്യൽ തിയറിയിലാണ് വരുന്നത്. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ വരുന്നത്.
അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നതാണ്. ആദ്യത്തത് ഗലീലിയൻ ട്രാൻസ്ഫർമേഷൻസ്. ഞാനിവിടെ 2 ഇനർഷ്യൽ ഫ്രെയിം വരച്ചിരിക്കുകയാണ്. 2 ഇനർഷ്യൽ ഫ്രെയിം, ഒന്ന് എസ്, രണ്ടാമത്തെ എസ് ഡാഷ്. നിങ്ങൾ പടം നോക്കുക. എക്സും എക്സ് ഡാഷും കോയിൻസൈഡ് ചെയ്യുന്നതാണ്. രണ്ടിൻ്റെ എക്സ് ആക്സിസ് കോയിൻസൈഡ്. വൈ ആക്സിനും ഇസഡ് ആക്സിനാണ് ഷിഫ്റ്റായിട്ട് ഇവിടെ കാണിക്കുന്നത്. അല്ല, ഷിഫ്റ്റ് അല്ല, ഈ എക്സ് ദിശയിലാണ് ഇത് പോകുന്നത്. അപ്പോൾ വൈ ആക്സിസ് ഇസഡ് ആക്സിസും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ സെൻറ്റേഴ്സ്, ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ സെൻറ്റേഴ്സ്, ഫ്രെയിംസ് ഓഫ് റെഫറൻസിൻ്റെ സെൻറ്റേഴ്സ് ഓ ആൻഡ് ഓ ഡാഷ് കോയിൻസൈഡ് ചെയ്യും. കാൽക്കുലേഷൻ്റെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഓ ഡാഷ് ഓയിൽ നിന്ന് എക്സ് ദിശയിൽ പോകുന്നതായിട്ട് വിചാരിക്കുകയാണ്. ഓ ഡാഷ് ഓയിൽ നിന്ന് എക്സ് ദിശയിൽ പോകുന്നതായിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പാരാമീറ്ററുകളൊക്കെ ഒന്ന് മാറാം. എങ്ങനെ മാറും എന്ന് കാണിക്കുകയാണ്. അപ്പോൾ കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ മോഷൻ എക്സ് ഡയറക്ഷനിൽ ഇവിടെ വിചാരിക്കുന്നത്. എക്സ് ഡയറക്ഷനിൽ മാത്രം മോഷൻ കൺഫൈൻ ചെയ്യുന്നത് കാൽക്കുലേഷൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ്. നമ്മൾ 3 ഡയമെൻഷനും വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ അവസാനം തിരുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 ഫ്രെയിം, ഒന്ന് എസ് ഫ്രെയിം, രണ്ടാമത്തെ എക്സ് ഡാഷ് ഫ്രെയിം. ഇനിഷ്യലി രണ്ടിൻ്റെയും ഓറിജിൻ കോയിൻസൈഡ് ചെയ്യും. എന്നിട്ട് 2 ഇനിഷ്യലാണ് കേട്ടോ, രണ്ടും പേര് ചലിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ്, മറ്റത് യൂണിഫോം സ്പീഡിൽ ചലിക്കുന്നതാണ്. റെസ്റ്റിലുള്ള ഫ്രെയിമിനെയും യൂണിഫോം സ്പീഡിലുള്ള ഫ്രെയിമിനെയും നമ്മൾ വിളിക്കുന്ന പേര് ഇനർഷ്യൽ ഫ്രെയിം എന്നാണ്. റെസ്റ്റിലുള്ള ഫ്രെയിമിനെയും യൂണിഫോം സ്പീഡിൽ പോകുന്ന ഫ്രെയിമിനെയും വിളിക്കുന്ന പേര് ഇനർഷ്യൽ ഫ്രെയിമാണ്. എന്നാൽ ആ ഫ്രെയിമിന് ആക്സലേഷൻ വരികയാണെങ്കിൽ, വെലോസിറ്റി കൂടുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഉണ്ടെങ്കിൽ, വെലോസിറ്റി കുറയുകയാണെങ്കിൽ ആ ഫ്രെയിമിനെ വിളിക്കുന്ന പേരാണ് നോൺ ഇനർഷ്യൽ ഫ്രെയിം. ഇവിടെ നമ്മൾ 2 ഇനർഷ്യൽ ഫ്രെയിമാണ് വിചാരിക്കുന്നത്. അപ്പോൾ ദൂരം ഒക്കെ മനസ്സിലായല്ലോ. അതായത് ആ സെക്കൻഡ് ഫ്രെയിം ഫസ്റ്റിനെ അപേക്ഷിച്ച് വി വേഗത്തിലാണ് പോകുന്നത് വലത്തോട്ട് എക്സ് ഡയറക്ഷനിൽ. അതായത് ടി സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കാവുന്ന ദൂരം വി ടി ആണ്. പി ആണൊരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഇവൻ്റ് കേട്ടോ, ഒരു ഷെല്ല് പൊട്ടുന്ന ഒരു ഇവൻ്റ്, ഒരു പാർട്ടിക്കിൾ. അതിൽ എക്സിൽ നിന്നുള്ള ദൂരം, ഈ ഒന്നാമത്തെ ആക്സിൽ എന്നുള്ള ദൂരമാണ് എക്സ്. രണ്ടാമത്തെ ആക്സിൽ നിന്ന് പിയിലേക്കുള്ള ദൂരമാണ് എക്സ് ഡയറക്ഷനിലുള്ള ദൂരമാണ് എക്സ് ഡാഷ്. ഒന്നാമത്തെ ഫ്രെയിമിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം എക്സ് ആണ്. രണ്ടാമത്തെ ഫ്രെയിമിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം എക്സ് ഡാഷ് ആണ്. ഈ രണ്ടാമത്തെ ഫ്രെയിം ഒന്നാമത്തിന് അപേക്ഷിച്ച് ടി വേഗത്തിൽ പോവുകയാണെങ്കിൽ 2 ഫ്രെയിം തമ്മിൽ അകലം ഒരു പ്രത്യേക സമയത്ത്, വി വേഗത്തിൽ പോവുകയാണെങ്കിൽ 2 ഫ്രെയിം തമ്മിലുള്ള അകലം ഒരു പ്രത്യേക സമയത്ത് വി ടി ആയിരിക്കും. വെലോസിറ്റി ഇൻറ്റു ടൈം ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ പറയാം. സോ യു ഹിയർ 2 ഫ്രെയിംസ് എസ് ആൻഡ് എസ് ഡാഷ്. ഇനിഷ്യലി the origins coincide. The second frame is moving with a velocity v with respect to first frame. At a time t second, the distance between the 2 frames is vt. Take a particle p or an event p at a distance x from O, first frame, and x dash. X dash is the distance of particle p from O dash, second frame. And that is written here briefly. Consider 2 inertial frames S and S dash. Their x-axis here you go. X-axis coincide. The frame is coincide. The frame is moving with a velocity v with respect to s dash. With the velocity v with respect to s. അപ്പോൾ എസ് ഡാഷ് എന്നുള്ളത് എസിനെ അപേക്ഷിച്ച് വി വേഗത്തിൽ പോകുന്നതായിട്ടും കരുതണം. ആ ഇവൻ്റ് പി നമ്മൾ ഇവൻ്റായിട്ടാണ് പറഞ്ഞത്. ഒരു പാർട്ടിക്കിൾ പറഞ്ഞാലും മതി, പക്ഷേ ചിലപ്പോൾ നമുക്ക് സമയം കൂടി വരുന്നതുകൊണ്ട് ഇവൻ്റ് എന്ന് പറയും. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ
ഒരു ഷെല്ല് പൊട്ടുക എന്ന് പറയുന്ന പോലെ ഒരു ഷെല്ല് പൊട്ടുന്ന ഇവൻ്റ് എന്ന് പറയും. അപ്പോൾ ഷെല്ലിന് ഒരു പാർട്ടിക്കിളായിട്ടും അത് പൊട്ടാനൊരു സമയമുണ്ടല്ലോ, പൊട്ടുന്ന സമയം അപ്പോൾ ടൈം കൂടി വരുന്നതുകൊണ്ട് ഈ പി എന്നുള്ളത് പാർട്ടിക്കിൾ എന്നതിന് പകരം ഒരു ഇവൻ്റായിട്ട്, ഒരു എക്സ്പ്ലോഷൻ ഓഫ് ഷെല്ല് പോലുള്ള ഇവൻ്റായിട്ട് വിചാരിക്കുന്നത് എപ്പോഴും നല്ലത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞതിൽ ഇവിടെ പാർട്ടിക്കിൾ വിചാരിച്ചാലും മതി, അതിന് പകരം എക്സ്പ്ലോഷൻ ഓഫ് എ ഷെല്ല് വിചാരിച്ചാലും മതി. ഒരു ഇവൻ്റായിട്ട് വിചാരിക്കണം. ആ ഇവൻ്റ് പി എക്സാമ്പിൾ explosion of a shell is specified by the coordinates x, y, z, t by the observer in S and by the observer x dash, y dash, z dash, t dash by the observer in S dash. അപ്പോൾ പി എന്ന് പറയുന്ന ഒരു ഇവൻറ്റിനെ നമ്മൾ കണ്ടാൽ ഫസ്റ്റ് ഫ്രെയിമിനെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ കോർഡിനേറ്റ് എക്സ്, വൈ, സെഡ്, ടി ആണ്. സെക്കൻഡ് ഫ്രെയിമിനെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ കോർഡിനേറ്റ് എക്സ് ഡാഷ്, വൈ ഡാഷ്, ഇസഡ് ഡാഷ്, ടി ഡാഷ് ആണ്. അപ്പോൾ നമുക്ക് പടം നോക്കി അറിയാമല്ലോ. ഈ പടത്തിൽ നോക്കി നമ്മൾ മോഷൻ എക്സ് ഡയറക്ഷനിൽ മാത്രം കൺഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ പറയാൻ പറ്റും, നോക്കി ആ ഡിസ്റ്റൻസ് എക്സ് ഇസ് ഈക്വൽ ടു ഒ പി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വി എക്സ് ഡാഷ് പ്ലസ് വി ടി അങ്ങനെ പറയാം. ആ ഡിസ്റ്റൻസ് നോക്കുക, നിങ്ങൾ പടത്തിൽ നോക്കുക. പടം നോക്കുമ്പോൾ എക്സ് ആ ദൂരം, ആ ഒ പി ദൂരം, അത് എക്സ് ഡാഷ് ഒ ഡാഷ് പി ദൂരത്തിൻ്റെ കൂടെ വി ടി കൂട്ടിയാൽ മതി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, ഈ ലുക്ക് ഹിയർ, വളരെ സിമ്പിളായിട്ട് കാര്യം. എക്സ് ഈസ് എക്സ് ഡാഷ് പ്ലസ് വി ടി, ആ റൈറ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ ഇപ്പുറത്തോട് മാറ്റി കഴിയുമ്പോൾ എക്സ് ഡാഷ് ഈസ് എക്സ് മൈനസ് വി ടി. പിന്നെ വൈയിലും ഇസഡിലും മോഷൻ നമ്മൾ പറയാത്തത് കൊണ്ട് അവയ്ക്ക് മാറ്റമില്ല. വൈ ഡാഷ് വൈ, ഇസഡ് ഡാഷ് ഇസഡ് ആൻഡ് ടി ഡാഷ് ഇസ് ടി, ടൈമിന് മാറ്റമില്ല. ഈ 4 ഇക്വേഷൻ വിളിക്കുന്നത് ഇതുപോലെ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസ്. അപ്പോൾ ഇത് നമ്മൾ എഴുതിയത് മോഷൻ നെക്സ്റ്റ് ഡയറക്ഷനിൽ മാത്രം സംഭവിച്ചാലാണ്. ഇത് മോഷൻ എക്സിലും വൈ ഇസഡിലും 3 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം കാണുന്ന 3 ഇക്വേഷൻ വരെ ഇങ്ങനെ പറയും: ആർ ഈസ് ഈക്വൽ ടു ആർ ഡാഷ് പ്ലസ് വി ടി ഓർ ആർ ഡാഷ് ഈസ് ആർ മൈനസ് വി ടി എന്ന് പറയും. ആർ ഡാഷ് ഈസ് ആർ മൈനസ് വി ടി, ആർ വെക്ടറാണ്, ആർ ഡാഷ് വെക്ടറാണ്, വി വെക്ടറാണ്. അപ്പോൾ അതിന് 3 കമ്പോണൻറ്റ് പറയുമ്പോൾ എക്സ് ഡാഷ് എക്സ് മൈനസ് വി ടി, വൈ ഡാഷ് ഇസ് വൈ മൈനസ് എക്സ് ഡാഷ് എക്സ് മൈനസ് വി എക്സ് ടി, വൈ ഡാഷ് ഇസ് വൈ മൈനസ് വി വൈ ടി, ഇസഡ് ഡാഷ് ഇസ് ഇസഡ് മൈനസ് വി ഇസഡ് ടി എന്ന് പറയേണ്ടി വരും. അത്ര ഇലാബറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ മോഷൻ എക്സ് ഡയറക്ഷനിൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഇക്വേഷൻ മാത്രം എഴുതി. ബാക്കി 2 ദിശയിൽ മോഷൻ ഇല്ലാത്തത് കൊണ്ട് ബാക്കി 2 ദിശയിൽ അതുപോലെ എഴുതി. പിന്നെ ടൈമിന് മാറ്റമില്ലാത്തത് കൊണ്ട് ടി ഡാഷ് ടി എഴുതി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ 4 ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസ്. ഞാൻ തിരിച്ചും പറയാൻ കേട്ടോ, ഇൻവേഴ്സ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഓൾസോ പോസിബിൾ. തിരിച്ചും പറയുന്ന രീതിയുണ്ട്. they are given by x is x dash plus vt. അപ്പോൾ ഇൻവേഴ്സ് കാണാൻ തീർന്നറിയാവോ? ഇൻവേഴ്സ് കാണാൻ എക്സിന് പകരം എക്സ് ഡാഷ് കൊടുക്കണം, വൈക്ക് പകരം വൈ ഡാഷ് കൊടുക്കണം, ഇസഡിന് പകരം ഇസഡ് ഡാഷ് കൊടുക്കണം, ടിക്ക് പകരം ടി ഡാഷ് കൊടുക്കണം. അപ്പം അങ്ങനെ കൊടുത്തിരുന്നതാണ് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ. ആ പ്രൈം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ ഈ വെലോസിറ്റി ഓപ്പോസിറ്റ് ആകുകയും ചെയ്യും. ആ ഡാഷ് മാറ്റി ഡാഷ് ഇല്ലാത്തതിന് കൊടുക്കണം. അപ്പോൾ വെലോസിറ്റി ഓപ്പോസിറ്റ് ആകും. പിന്നെ വെലോസിറ്റി ഓപ്പോസിറ്റ് ആക്കി പ്രൈം ഈ ഡാഷ് മാറ്റുന്ന രീതിയാണ് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവേഴ്സ് ചെയ്ത് നമുക്ക് കിട്ടും എക്സ് ഈക്വൽ എക്സ് ഡാഷ് പ്ലസ് വി ടി ഡാഷ്, വൈ ഇസ് ഈക്വൽ വൈ ഡാഷ്, ഇസഡ് ഈസ് ഇസഡ് ഡാഷ്, ടി ഇസ് ടി ഡാഷ്. ഈ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ 3 ഡയമെൻഷനിൽ പറയാൻ പറഞ്ഞാൽ 3 ഡയമെൻഷനിൽ പറയാൻ പറഞ്ഞാൽ ഒറ്റ ഇക്വേഷൻ ആർ ഈസ് ആർ ഡാഷ് പ്ലസ് വി വെക്ടർ ഇൻറ്റു ടി. ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ 3 ഡയമെൻഷൻ ആകാൻ പറഞ്ഞാൽ ആർ ഈസ് ആർ ഡാഷ് പ്ലസ് വി ഇൻറ്റു ടി. വി വെലോസിറ്റി വെക്ടറാണ്, ആറും ആർ ഡാഷും വെക്ടേഴ്സാണ്. അതിന് 3 കമ്പോണൻസ് ഉണ്ട്. 3 കമ്പോണൻസ്: എക്സ് ഈസ് എക്സ് ഡാഷ് പ്ലസ് വി എക്സ് ടി, വൈ ഇസ് വൈ ഡാഷ് പ്ലസ് വി വൈ ടി, ഇസഡ് ഈസ് ഇസഡ് ഡാഷ് പ്ലസ് വി ഇസഡ് ടി. ടൈമിന് കമ്പോണൻ്റ് ഇല്ല, അതുകൊണ്ട് ടി എപ്പോഴും ടി ഡാഷ് ആയിരിക്കും. അങ്ങനെ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ നമ്മളെ ദൂരത്തിൻ്റെ കഴിഞ്ഞു. ഇനി ആക്സലറേഷനും അല്ലെങ്കിൽ വെലോസിറ്റിക്കും ഫോഴ്സിനും, അത് വെലോസിറ്റിക്കും ആക്സലറേഷനും ഫോഴ്സിനും ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ പറയാറുണ്ട്. നോക്കൂ, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഫോർ വെലോസിറ്റി നമ്മുടെ
ഇക്വേഷൻ 1 നോക്കുക, റൈറ്റ് സൈഡ് നോക്കുക. ഇക്വേഷൻ 1 എക്സ് ഡാഷ് എക്സ് മൈനസ് വി ടി നമ്മൾ ടൈമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡി എക്സ് ഡാഷ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി മൈനസ് വി ഇൻറ്റു വി ആയിട്ട് മാറും. അപ്പോൾ ഈ ഡി എക്സ് ഡാഷ് ബൈ ഡി ടി നമ്മൾ യു എക്സ് ഡാഷ് വെലോസിറ്റി എന്ന് പറയും. അവിടെ യു എക്സ് മൈനസ് വി. ഇപ്പോൾ യു എക്സ് ഡാഷ് യു എക്സ് മൈനസ് വി അതാണ് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഫോർ വെലോസിറ്റി. വൈയിലും ഇസഡിലും ദൂരം സെയിം ആയതുകൊണ്ട് നമ്മൾ ആ വെലോസിറ്റി അതുപോലെ യു വൈ ഡാഷ് ഈസ് യു വൈ യു ഇസഡ് ഡാഷ് യു ഇസഡ് ടൈമിനില്ല. ടൈം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡി ടി ബൈ ഡി ടി 1 ആണല്ലോ. അപ്പോൾ അത് എഴുതേണ്ട കാര്യമില്ല. ഇവ മൂന്നെണ്ണമാണ് വെലോസിറ്റിയുടെ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻസ്. ദ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഫോർ വെലോസിറ്റീസ് ആർ യു എക്സ് ഡാഷ് ഇസ് യു എക്സ് മൈനസ് വി, യു വൈ ഡാഷ് ഇസ് യു വൈ, യു ഇസഡ് ഡാഷ് ഇസ് യു ഇസഡ്, ആൻഡ് these relations we write when the motion is restricted only in x direction. If motion is 3 dimensional, then we have to write ux dash is ux minus vx, uy dash is y minus vy, uz dash is equal to uz minus vz. ഇനി ഇത് ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആക്സലറേഷൻ്റെ ഇക്വേഷൻ കിട്ടും. ആക്സലറേഷൻ്റെ Galilean transformation for acceleration. For this, differentiate equation number 2 with respect to t. Then x dash is x. അങ്ങനല്ലേ വരും നോക്കിക്കേ. ആ 2-ലെ ഫസ്റ്റ് ഇക്വേഷൻ യു എക്സ് ഡാഷ് ഇസ് ഈക്വൽ യു എക്സ് മൈനസ് വി ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി യു എക്സ് ഡാഷ് ഈക്വൽ ഡി യു എക്സ് ബൈ ഡി ടി മൈനസ് വി. വി ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 ആകും. ബി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 ആകും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് യു എക്സ് ഡാഷ് ഇസ് യു എക്സ്, യു വൈ ഡാഷ് ഇസ് യു വൈ, യു ഇസഡ് ഡാഷ് ഇസ് യു ഇസഡ്. ഇനി ഇതിനെ നമ്മൾ മാസിന് വിളിക്കുകയാണെങ്കിൽ മാസിന് മാറ്റമില്ലല്ലോ. ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ മാസ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് വിചാരിക്കുന്നത്. എഫ് ഈസ് എം എ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഫോർ ഫോഴ്സ് ആർ എഫ് എക്സ് ഡാഷ് ഇസ് എഫ് എക്സ്, fy dash is fy, and fz dash fz. So far we have written Galilean transformation for displacement, Galilean transformation for velocity, Galilean transformation for acceleration, and also Galilean transformation for force. So these are the questions, frequently asked questions from this. Explain Galilean transformation and give its inverse. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. അടുത്തൊരു 2009 ഒരു പഴയ ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അത് ഫോഴ്സ് വരെയുള്ള എഴുതി കാണിക്കണം. 2 മാർക്കാണെങ്കിൽ നമ്മൾ ഫോഴ്സ് വരെയുള്ള ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ എഴുതി കാണിക്കണം. അടുത്തത് 2015 ക്വസ്റ്റ്യൻ ആണ്, 22. പ്രൂവ് ദി ആക്സിലേഷൻ ഈസ് ഇൻവേരിയൻ്റ് അണ്ടർ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അത് ആക്സിലേഷൻ വരെ എഴുതി കാണിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലേഷൻ വരെ നമ്മൾ എഴുതി കാണിക്കണം, പടം വരച്ചിട്ട്. അപ്പോൾ ആ പടം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് പോകണം. ആ ചിത്രം ഉണ്ടല്ലോ, ഈ ഒരു ചിത്രം, അത് കണ്ടാൽ സിമ്പിളായിട്ട് എനിക്ക് തോന്നാം. പക്ഷേ അത് നമ്മൾ അനേകം പ്രാവശ്യം ഈ ചാപ്റ്റർ തീരുന്നുള്ളിൽ വരയ്ക്കുന്നതായിരിക്കും. നമ്പർ ഓഫ് ടൈംസ്, എത്ര പ്രാവശ്യം എന്നുള്ള എണ്ണി എടുക്കണം. അതിന് മാത്രം പ്രാവശ്യം ഈ പടം വരയ്ക്കുന്നതായിരിക്കും. എസ് എസ് ഡാഷും എക്സ് ഡാഷ് എക്സ് ആക്സിസ് കോയിൻസൈഡ് ചെയ്യും. ഒരു ഇവൻറ്റ് പി, അതിൻ്റെ ദൂരം എന്നുള്ള ഈ പടം ഇപ്പോഴേ അത് കാണാൻ പിടിച്ചോളാം. അത് എവിടെ ഏത് ആർട്ടിക്കിൾ വരുമ്പോഴും ഈ പടം റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. അത് കുറച്ചുകൂടി നന്നായിട്ട് വരച്ച് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. That is all with your 39th lecture on classical mechanics. We continue with the next class. Thank you.